പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിരുസഭ എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിരവധി വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തൃശ്ശൂരുള്ള പാവർട്ടിയിൽ നിന്ന് സെലീന സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ കാലിൽ 10 വർഷത്തോളമായി ചൊറിച്ചിലും തടിപ്പും ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു, പലതരത്തിലുള്ള മരുന്നുകളും കഴിച്ചു. എന്നാൽ എൻ്റെ കാലിലുള്ള തടിപ്പോ വ്രണങ്ങളോ ചൊറിച്ചിലോ വിട്ടുപോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ സ്ഥിരം അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. ഞങ്ങളുടെ ഈ വേദന ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുമെന്ന് ബോധ്യം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ കാലിലെ തടിപ്പോ വ്രണം പൊട്ടി ഒലിക്കുന്ന അവസ്ഥകളോ കാലിലെ ചൊറിച്ചിലോ ഞങ്ങൾ അലട്ടുന്നില്ല. പരിപൂർണമായും ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തി.
കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. സെലീന പാവർട്ടിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കുന്നുവെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്, അവിടെ ദൈവിക സ്പർശനമുണ്ട്. കരങ്ങൾ ഉയരട്ടെ, കണ്ണടച്ചെല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഈ വ്യക്തികളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗങ്ങൾ, ക്ഷീണങ്ങൾ, മടുപ്പ്, മന്ദത, മരവിപ്പ്, അസൂയ, അഹങ്കാരം, സ്വാർത്ഥത, തന്നിഷ്ടം, ഏകാധിപത്യ സ്വഭാവം, തുറവിയില്ലായ്മ, ഹൃദയകാഠിന്യം, ഭക്തിക്കുറവ്, എതിർചിന്ത, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ കർത്താവെ അങ്ങ് സ്പർശിച്ച് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ അരൂപികളെയും അവിടുന്ന് ചവിട്ടി മെതിക്കണമേ. കുടുംബങ്ങളെ വിടുവിക്കണമേ. ഇപ്പോൾ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്ന വ്യക്തികളിലും അവരുടെ സ്ഥാപനങ്ങളിലും സമൂഹങ്ങളിലും ദൈവത്തിന് അനുഗ്രഹം നിറയട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നിറയട്ടെ. രോഗികളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശക്തി നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം നിറയട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരരെ, അനേകം ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ഹൃദയത്തിൽ നിന്നും പങ്കുവെക്കുന്ന ഒരു വേദനയുണ്ട്. പലതരത്തിലുള്ള തിരുസഭയുടെ പ്രയാസങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ 2000 വർഷങ്ങളായി പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഭവനമാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഭയെ ദുഷിക്കുന്നവർ, സഭയെ പിച്ചു ചീന്താൻ വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് സഭയെ ആക്രമിക്കുന്നവർ തിരുസഭയെക്കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പന്തക്കുസ്ത സുദിനത്തിൽ പരിശുദ്ധാത്മാവ് പിളർന്ന് അഗ്നി നാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന് വലിയ ഒരു വിടുതലിന്റെ അഭിഷേകം ഉണ്ടായി. അതുവരെ പേടിച്ചരണ്ട് ഭയചകിതരായി, അപമാനിതരായി, വേദനിക്കുന്നവരായി, മ്ലാനമുഖരായി, സങ്കടത്തിന് മനുഷ്യരായി ഇരുന്നിരുന്ന അപ്പോസ്തലന്മാർ ഈ പന്തക്കുസ്ത അനുഭവത്തിൽ അവർ ജ്വലിച്ചുയർന്നു. അവമാനത്തിന്റെ മേൽ, എതിരുകളുടെ മേൽ, വിപരീതങ്ങളുടെ മേൽ, ശത്രുക്കളുടെ മേൽ, വിരോധികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശ്ലീഹന്മാർ ഉയർത്തെഴുന്നേറ്റ് വചനം എങ്ങനെ പഠിപ്പിക്കുന്നു? പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ എതിരുകളുടെയും കോട്ടകളുടെ മേൽ ഉയർത്തി നിർത്തിയത് പരിശുദ്ധാത്മാവാണ്. 2000 വർഷങ്ങളായി ഇതാണ് സഭയുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ പിറന്നു വീണത് ശത്രുക്കളുടെ മുമ്പിലേക്കാണ്. ശൈശവത്തിൽ തന്നെ ഈ സഭയെ പിച്ചു ചീന്തണമെന്ന് എല്ലാവർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും കൈകോർത്ത്, ഭരണാധിപന്മാരും ഏകാധിപതികളും പട്ടാളവും ഭരണകൂടങ്ങളും കൈകോർത്ത്, രാജാക്കന്മാരും ചക്രവർത്തിമാരും കൈകോർത്ത്, മതങ്ങളും സമുദായങ്ങളും കൈകോർത്ത്, ഗ്രീക്കുകാരും റോമക്കാരും കൈകോർത്ത്, പക്ഷേ സഭയെ നശിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ചരിത്രം പഠിച്ച വലിയ വലിയ ചരിത്ര പണ്ഡിതന്മാർ സഭയെ 4 നൂറ്റാണ്ട് വെച്ച് സഭയുടെ ഓരോ ചരിത്ര സന്ധികളെ അവർ വെളിപ്പെടുത്തി തരുന്നുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ സഭ മതപീഡനത്തിന്റെ മുൾമുനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നീറോ മുതൽ ഡയക്ലീഷ്യൻ വരെയുള്ള 10ഓളം കിരാതന്മാരായ റോമൻ ചക്രവർത്തിമാരുടെ അതികിരാതമായ മർദ്ദന മുറകളുടെ മുമ്പിൽ സഭ ചങ്ക് നിവർത്തി എഴുന്നേറ്റ് നിന്നു എന്നാണ് നാം ചരിത്രത്തിൽ പഠിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ രക്തം ഈ ഭൂമിയിൽ യേശുവിന്റെ നാമത്തെ പ്രതിയും യേശുവിന്റെ വിശ്വാസത്തെ പ്രതിയും വാർന്ന് നിലത്ത് വീണ് ആ രക്തത്തിലാണ് സഭ വളർന്നു വന്നത്. 1 മുതൽ 4 നൂറ്റാണ്ട് വരെ സഭയെ കായികമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തി നശിപ്പിക്കാമെന്ന് ശത്രു സാത്താൻ വിചാരിച്ച്, എന്നാൽ നടന്നില്ല.
രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ സഭ പൊട്ടിത്തഴച്ച് വളർന്ന്. ഹല്ലേലൂയ. 4-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ സഭയുടെ ചരിത്രത്തിൽ മറ്റൊരു അവസ്ഥയാണ് കാണുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്ക് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി സഭ മാറി. വലിയ വിജയങ്ങൾ സഭയ്ക്കുണ്ടായി. വലിയ വലിയ സ്ഥാനമാനങ്ങൾ സഭയ്ക്ക് ലഭിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എതിർപ്പ് മാറി. സഭയിൽ ആകമാനം ഒരു സമാധാനം ഉളവായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുറമേ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം നിലച്ചപ്പോൾ ഇതാ സഭയുടെ ഉള്ളിൽ നിന്ന് സാത്താൻ പല തരത്തിലുള്ള വിപരീത ശക്തികളെ ഉയർത്തിവിട്ട് പാഷണ്ഡതകളുടെയും ശീഷ്മകളുടെയും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച കാലഘട്ടമാണ് 4-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. വിപരീതമായ ഒരുപാട് പ്രബോധനങ്ങളും പഠനങ്ങളും പാഷണ്ഡതകളുടെയും ശീഷ്മകളുടെയുമായ ഒരുപാട് ഇടർച്ച വെക്കുന്ന ദുരുപദേശങ്ങളുടെ കൊടുങ്കാറ്റിൽ സഭ ആടി ഉലഞ്ഞ്. പക്ഷേ പരിശുദ്ധാത്മാവ് സഭയെ കൈവിട്ടില്ല. ഒരുപാട് വിശ്വാസികൾ സംശയഗ്രസ്തരായി, ഒരുപാട് വിശ്വാസികൾ മന്ദോഷണരായി, ഒരുപാട് പേർ വിശ്വാസം ത്യജിച്ച്, ഒരുപാട് പേർ ലോകത്തിലേക്ക് മടങ്ങി, ഒരുപാട് ആത്മീയ മന്ദത സഭയിൽ അനുഭവപ്പെട്ട്, ഒരുപാട് ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് ആ ചരിത്ര സന്ധിയിൽ പരിശുദ്ധാത്മാവ് സഭയെ കൈവിട്ടില്ല. പരിശുദ്ധാത്മാവ് സഭയെ നിരന്തരം നയിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് സഭയോട് ക്ഷമിച്ച് സഭയെ നിരന്തരം നയിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായ വലിയ സഭാപിതാക്കന്മാരെ പരിശുദ്ധാത്മാവ് ഉയർത്തി. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഈടുറ്റ പ്രബോധനങ്ങൾ സഭാപിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നൽകി. റോമിൽ നിന്നുള്ള വിശുദ്ധ ക്ലമന്റ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, സ്മിർനായിലെ പോളികാർപ്പ്, കപ്പദോച്യൻ പിതാക്കന്മാരായ ബേസിൽ, ഗ്രിഗറി നസിയാൻസൻ, ഗ്രിഗറി ഓഫ് നീസ, അന്ത്യോക്യൻ പിതാക്കന്മാരായ വിശുദ്ധ ക്രിസോസ്റ്റം, ആഫ്രിക്കയിൽ നിന്നുള്ള വിശുദ്ധ ജസ്റ്റിൻ, തെർത്തുല്യൻ, സിപ്രിയാൻ, ലയൻസിലെ വിശുദ്ധ ഇറനേവൂസ്, ഇങ്ങനെയുള്ള വലിയ വലിയ സഭാ പിതാക്കന്മാരെ പരിശുദ്ധാത്മാവ് സഭയിൽ ഉയർത്തി. അവരുടെ ഈടുറ്റ പ്രബോധനങ്ങളുടെ അടിത്തറയിൽ സഭയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ാം നൂറ്റാണ്ട് മുതൽ സഭ അഭിമുഖീകരിച്ചത് മറ്റൊരു പ്രശ്നമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം സഭയിലേക്ക് കയറി വന്നു. ലോകത്തിലെ ഫ്യൂഡലിസ്റ്റിക് വ്യവസ്ഥിതി സഭയിലേക്ക് കയറി വന്നു. ലോകത്തിൻ്റെ ലോകമോഹങ്ങളുടെയും ജഡമോഹങ്ങളുടെയും സുഖലോലുപതരമായ അരൂപി സഭാ മക്കളെ പലരെയും ശല്യപ്പെടുത്തി. അങ്ങനെ അധികാരമോഹം സഭയിലുണ്ടായി, കിടമത്സരങ്ങൾ സഭയിലുണ്ടായി. ഒരുപാട് ലോകത്തിൻ്റെ അരൂപി തേരോട്ടം നടത്തിയ കാലഘട്ടമാണ് 8 മുതൽ 12 വരെ നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടുകളെ സഭാചരിത്ര ഇരുണ്ട യുഗമെന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. അവിഞ്ഞോൺ പേപ്പസി, കുരിശുയുദ്ധങ്ങൾ, ഇൻക്വിസിഷൻ, മാർപ്പാപ്പായും രാജാക്കന്മാരും തമ്മിലുള്ള കിടമത്സരങ്ങൾ, പേപ്പൽ സ്റ്റേറ്റിലുള്ള ആവിർഭാവം, ഒരേ സമയം 2-3 മാർപ്പാപ്പമാർ, ഒരു സഭ ഒരു രാജകീയ സഭയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ വിശ്വാസം മങ്ങിപ്പോയി. ഒരുപാട് പേര് വിശ്വാസം ത്യജിച്ച് പല ആളുകളും ആത്മീയമായി മരവിപ്പിലാണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് സഭ ഉപേക്ഷിച്ച് പോയില്ല. പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും പുതിയ ശക്തിയോടെ സഭയിലേക്ക് ഇറങ്ങി വന്ന് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം സഭയ്ക്ക് നൽകി. ആ കാലഘട്ടത്തിലാണ് അതിശ്രേഷ്ഠരായ മഹാവിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് ഉയർത്തിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിലെ വിശുദ്ധ ക്ലാര, ഇങ്ങനെയുള്ള വലിയ വലിയ വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് സഭയിൽ ഉയർത്തി. മഹാരഥന്മാരായ വലിയ വിശുദ്ധന്മാരുടെ പുണ്യത്തിൻ്റെ ശക്തിയാലും അവരുടെ പ്രത്യേക തരത്തിലുള്ള സാന്നിധ്യത്താലും സഭയെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ച് പോയില്ല. വീണ്ടും 12 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകൾ, ഈ കാലഘട്ടത്തിൽ സഭ മറ്റൊരു പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. സഭയിൽ അങ്ങോളം ഇങ്ങോളം പ്രോട്ടസ്റ്റന്റ് വിപ്ലവത്തിൻ്റെ അലയൊലികൾ ഉയർന്നു. സഭയുടെ കുറവുകൾ ഒന്നൊന്നായി എഴുതി നോട്ടർഡാം കത്തീഡ്രൽ പള്ളിയുടെ ദേവാലയത്തിൻ്റെ ആനവാതുക്കൽ അവർ ഒട്ടിച്ചു വെട്ടിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വിമത സ്വഭാവത്തോടെ ദൈവിക കൃപ വിട്ട് എതിർ സ്വഭാവത്തിൽ അനേകർ പ്രവർത്തിച്ച് സഭ രണ്ടായി കീറി മുറിക്കപ്പെട്ടു. പ്രോട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടായി. രക്തരൂഷിതമായ കലാപങ്ങൾ, രക്തരൂഷിത വിപ്ലവങ്ങൾ, കൊലപാതകങ്ങൾ ഒരുപാട് അരങ്ങേറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന വിപരീതമായ ഒരുപാട് നടപ്പുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. സഭ വീണ്ടും പലതരത്തിലുള്ള മന്ദതയിലാകപ്പെട്ട് വിശ്വാസികളുടെ വിശ്വാസം മങ്ങിപ്പോയി. ആത്മീയ ഉണർവ് കെട്ടുപോയി. പലരും വിശ്വാസം ത്യജിച്ച് ഓടിപ്പോയി. എങ്കിലും പരിശുദ്ധാത്മാവ് സഭയെ വിട്ടുപോയില്ല. പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല.
ഈ സഭയുടെ മേൽ വീണ്ടും പുതിയ പെന്തക്കോസ്ത് അനുഭവത്തോടെ, വീണ്ടും പുതിയ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി സഭയെ ഉണർത്തി. കൗൺസിൽ ഓഫ് ട്രെൻറ്റ്, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അങ്ങനെ അതിശ്രേഷ്ഠരായ വിശുദ്ധരിലൂടെ, അമ്മ ത്രേസ്യയെ പോലുള്ള വിശുദ്ധരിലൂടെ ഈ നൂറ്റാണ്ടുകളിൽ സഭയിൽ പരിശുദ്ധാത്മാവ് പുതിയ പുതിയ ഉണർവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. 16 മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം മറ്റൊരു പ്രശ്നമാണ് സഭ അഭിമുഖീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണർവിൻ്റെ ജ്വാലയെല്ലാം മങ്ങിപ്പോയി. ദൈവമക്കൾ ഒരു മയക്കത്തിലേക്ക് ആണ്ടുപോയി. സഭ ഒരു വലിയ മയക്കത്തിലേക്ക് പ്രവേശിച്ച കാലഘട്ടമാണ് 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ. ഈ കാലഘട്ടത്തിലാണ് ലോകത്തിൽ കമ്മ്യൂണിസം ഉടലെടുക്കുന്നത്. വലിയ വലിയ ലോകമഹായുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമാണിത്. പക്ഷേ സഭ ഒരു മയക്കത്തിലേക്ക് ആണ്ടുപോയി. ജോൺ 23-ാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലെ സഭയെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ചർച്ച് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ്. സഭ ഉറങ്ങുന്ന ഒരു രാക്ഷസനാണ്. രാക്ഷസന് ഒരുപാട് ശക്തിയുണ്ട്, പക്ഷെ ഉറങ്ങിപ്പോയാൽ എന്ത് പ്രയോജനം? ഏതാണ്ട് സഭയുടെ സ്ഥിതിയും അതുപോലെയായിരുന്നു. ഒരുപാട് ശക്തി, ഒരുപാട് അഭിഷേകം, ഒരുപാട് റിസോഴ്സസ്, പക്ഷേ സഭ ഒരു മയക്കത്തിൽ ആണ്ടുപോയി. പക്ഷേ പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല. പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് അത്യത്ഭുതമായ പുതിയ ശക്തിയോടെ സഭയിലേക്ക് ഇറങ്ങി വന്ന്, ഹല്ലേലൂയ. ജോൺ 23-ാമൻ മാർപ്പാപ്പയിലൂടെ 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടാനുള്ള വലിയ നടപടിക്രമങ്ങൾ ആരംഭിച്ച്, അതിൻ്റെ ആമുഖത്തിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചു, 2-ാം വത്തിക്കാൻ കൗൺസിലിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഒരു 2-ാം പെന്തക്കോസ്ത് നൽകി സഭയെ ഉണർത്താൻ ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും ജോൺ 23-ാമൻ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. എല്ലാ വിശ്വാസികളും പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ പരിണത ഫലമായി ലോകമെമ്പാടും സഭയിൽ വലിയ നവീകരണങ്ങൾ അരങ്ങേറി. ആ കൗൺസിലിന്റെ ആമുഖത്തിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഇറ്റ് ഈസ് ടു ഷെയ്ക്ക് ഓഫ് ദ ഡസ്റ്റ് ദാറ്റ് ഈസ് ഗാദേർഡ് ഓൺ ദ ത്രോൺ ഓഫ് സെന്റ് പീറ്റർ. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 2000 വർഷങ്ങളായി പറ്റിക്കൂടിയിട്ടുള്ള പൊടി തട്ടിക്കളയാൻ വേണ്ടിയാണ് ഈ കൗൺസിൽ എന്ന് പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ കൗൺസിലിന്റെ ആമുഖത്തിൽ പ്രഖ്യാപിച്ച്. ഹല്ലേലൂയ. ഈ കൗൺസിൽ വെച്ചിട്ട് ഒരുപാട് പുതിയ പുതിയ പ്രബോധനങ്ങളും സഭയുടെ ഉണർവിന് ആവശ്യമായ പരിശുദ്ധാത്മ ഇടപെടലുകളും സഭയിൽ ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭമെല്ലാം ഈ കൗൺസിലിനെ തുടർന്ന് ലോകത്തിൽ അരങ്ങേറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ഒരു പുതിയ ഉണർവും പുതിയൊരു ചൈതന്യവും അനുഭവപ്പെട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിച്ചത് കണ്ടപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്: മിശിഹായുടെ ആത്മാവ് അവിടത്തേക്ക് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും ജീവൻ വർഷിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജീവൻ പകർന്നതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും പരിശുദ്ധാത്മാവ് ജീവൻ പകരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ വീക്ഷണം രേഖപ്പെടുത്തുന്നുണ്ട്. അഗസ്തീനോസ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ സഭയിലുടനീളമുള്ളത് പഠിച്ചതിന് ശേഷം അഗസ്തീനോസ് പറയുന്നത് എങ്ങനെയാണ്: സഭ ആത്മാവിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. സഭ ആത്മാവിൻ്റെ സഭയാണ്. ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ലൂമൻ ജൻസിയം നമ്പർ 4: പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്നതുപോലെ തിരുസഭയിലും വിശ്വാസിയുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് സഭയെ വളർത്തുന്നു, നിരന്തരം നവീകരിക്കുന്നു. ഒരാലയത്തിൽ എന്നതുപോലെ, ഒരു വീട്ടിൽ ഒരു കുടുംബനാഥൻ എന്നതുപോലെ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു. സുവിശേഷത്തിന്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് സഭയെ നിരന്തരം നവീകരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ഇരണേവോസ് സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: There is a whole patristic and theological tradition concerning the intimate union between the Holy Spirit and Church, a union presented sometime as analogous to the relation between soul and body. ഇരണേവോസിന്റെ പ്രബോധനത്തിൽ സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. There is a whole patristic and theological tradition concerning the relation between the church and the Holy Spirit, the intimate relation between the church and the Holy Spirit, a relation analogous to the relation between the soul and body. ശരീരവും
ജീവനും തമ്മിൽ എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ പരിശുദ്ധാത്മാവും സഭയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ശരീരത്തിൽ എവിടെയാണ് ജീവൻ കുടികൊള്ളുന്നത്? ഹൃദയത്തിലാണോ? കരളിലാണോ? കിഡ്നിയിലാണോ? ആമാശയത്തിലാണോ? തലയിലാണോ? കണ്ണിലാണോ? ചെവിയിലാണോ? കയ്യിലാണോ? കാലിലാണോ? ശിരസ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളിലും ജീവൻ പടർന്ന് വ്യാപിച്ചു കിടക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് സഭയിൽ ഉടനീളം പരന്ന് വ്യാപിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയല്ല, പരിശുദ്ധാത്മാവ് സഭയിൽ ഉടനീളം പരന്ന് വ്യാപിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവനുള്ള ശരീരം എപ്പോഴും തന്നെ ജീർണതകളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നത് പോലെ, നവീകരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ സഭയെ എന്നും നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ദ കമ്പൽസറി ഡിമാൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് that the church is ever to be renewed. സഭ എന്നും നവീകരിക്കപ്പെടണമെന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികർ സഭ വിട്ടു പോയേക്കാം, വിശ്വാസികൾ സഭ വിട്ടു പോയേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് ഈ സഭയെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. ഹല്ലേലൂയ. വിശുദ്ധ തോമസ് അക്വിനാസ് ഇതിനെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ എല്ലാ പഠനങ്ങളും ക്രോഡീകരിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഹോളി സ്പിരിറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ചർച്ച്. പരിശുദ്ധാത്മാവാണ് സഭയുടെ ഹൃദയവും ആത്മാവും. ഹല്ലേലൂയ. സഭയുടെ ജീവനും സഭയുടെ ഹൃദയവും പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മണവാളന് വേണ്ടി മണവാട്ടി എന്ന പോലെ പരിശുദ്ധാത്മാവ് ഈ സഭയെ യേശു ക്രിസ്തുവിന് വേണ്ടി കറയോ കളങ്കമോ ഇല്ലാതെ നിർമ്മലമായ ഒരു വധുവിനെ എന്ന പോലെ ഒരുക്കി എടുക്കുന്നു. ഇത് 2000 വർഷമായുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനെക്കുറിച്ച് GS ഗൗദീയം എത് സ്പെസ് എന്ന പ്രമാണരേഖയിൽ 1-ാം ഖണ്ഡികയിൽ പറഞ്ഞ എങ്ങനെയാണ്: ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് പിതൃരാജ്യത്തിലേക്കുള്ള യാത്രയിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ സ്വർഗരാജ്യത്തേക്ക് നയിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധന്മാരിലൂടെ, രക്തസാക്ഷികളിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, കൗൺസിലുകളിലൂടെ, വികാരിച്ചന്മാരിലൂടെ, ഓരോരോ സഭാ സംവിധാനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് വീണ്ടും ഗൗദീയം എത് സ്പെസ് നമ്പർ 26 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ദൈവത്തിന്റെ ആത്മാവ് വിസ്മയകരമായ കരുതലോടെ സമയത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നു, ഭൂമുഖം നവീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സഭയിൽ തെറ്റുകളുണ്ട്. സഭയ്ക്ക് 2000 വർഷത്തെ ചരിത്രത്തിൽ പല തെറ്റുകളും അപഭ്രംശങ്ങളും വീഴ്ചകളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 2000 ആണ്ടിൽ മഹാജൂബിലി വർഷത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ പരിശുദ്ധാത്മാവ് സഭയുടെ വീഴ്ചകളെ നിരന്തരം ക്ഷമിച്ച് സഭയെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം സഭ പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് വീഴ്ച ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനോട് ദൈവം ക്ഷമിച്ച് വീണ്ടും ആ മനുഷ്യനെ നയിക്കുന്നത് പോലെ സഭയെ വീണ്ടും വീണ്ടും ക്ഷമിച്ച് വീണ്ടും സഭയ്ക്ക് പന്തക്കുസ്താനുഭവം നൽകി സഭയെ വീണ്ടും നവീകരിച്ച് പരിശുദ്ധാത്മാവ് നിരന്തരം വിസ്മയകരമായ കരുതലോടെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വധുവിനെ വരന് വേണ്ടി നിർമ്മലയും കളങ്കരഹിതയുമായി ഒരുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സഭയെ യേശുവിന്റെ 2ാം വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, സഭയോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെടുക. സഭയോട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. എല്ലാ വ്യക്തികളെയും അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ, സഭയോട് ക്ഷമിച്ച്, സഭയെ അനുഗ്രഹിച്ച്, സഭയോട് ചേർന്ന്, സഭയുടെ അഭിമാനത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ, പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ യേശുക്രിസ്തു ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞു: ഞാൻ സഭയുടെ കുഞ്ഞായി ജനിച്ചു, സഭയുടെ കുഞ്ഞായി വളർന്നു, സഭയുടെ കുഞ്ഞായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള
തിരുസഭ മുഴുവനെയും സമർപ്പിച്ച് തിരുസഭയുടെ എല്ലാ കുറവുകളിലേക്കും തിരുസഭാ മക്കളുടെ ഓരോ വേദനകളിലേക്കും ദൈവാത്മാവ് പുതിയ പന്തക്കുസ്ത അഭിഷേകവുമായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സഭ പുതിയ പന്തക്കുസ്ത അനുഭവത്തിൽ ജ്വലിച്ചു വരട്ടെ. ഭുവനം മുഴുവനും നവീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സഭ മുഴുവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. സഭ മുഴുവനോട് ക്ഷമിച്ച് സഭയെ അനുഗ്രഹിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ അപ്പസ്തോലിക സഭയിൽ അംഗമാകാൻ അവിടുന്ന് അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. അഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു സഭാംഗം എന്നുള്ള അഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ ഓർത്ത് അഭിമാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, സഭയുടെ മുഴുവൻ മക്കൾ ഉണരട്ടെ. സഭയുടെ മുഴുവൻ മക്കൾ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പേര് അന്നക്കുട്ടി ആന്റണി. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ കൊച്ചുമോൻ 2 വയസ്സിൽ തുടങ്ങിയതാണ്. കണ്ണിന് ഭയങ്കര അലർജിയാണ്. അത് MAG ഹോസ്പിറ്റലിലും പിന്നെ PBSലൊക്കെ കാണിച്ചിരുന്നു. മരുന്ന് ഇട്ടാലും മാത്രം അത് കൊച്ചെങ്ങനെയാ വെച്ചാൽ മിഴുതിങ്ങനെ അങ്ങോട്ട് എടുക്കും. അങ്ങോട്ട് ചൊറിച്ചിൽ വന്നിട്ട് സഹിക്കാൻ വയ്യത് മിഴുതിങ്ങനെ പുറത്തുനിന്ന് എടുത്തിട്ടും കൊച്ചിങ്ങനെ അത്ര ഭയങ്കര ശക്തിയായ ചൊറിച്ചിലാണ്. 2 വയസ്സ് തുടങ്ങി, ഇപ്പോൾ 6 വയസ്സായി. ഇപ്പം എൻ്റെ മോൾ ഇവിടെ എല്ലാ മാസവും ഈ മാസം ആദ്യ വെള്ളിയാഴ്ച വരുന്നുണ്ട് ധ്യാനം ഓടാൻ. ഇവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു കുട്ടിക്ക് എപ്പോഴും കണ്ണ് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തിരിക്കുന്നു പറഞ്ഞു. വീട്ടിൽ വന്ന് ഇന്ന് വരെയും കൊച്ചിന് പിന്നെ അവൾ വന്ന് പറഞ്ഞു, ഇന്ന പോലെ അമ്മച്ചി അവിടെ ഇങ്ങനെ നമ്മുടെ ഈബൽ മോന് ഇന്ന പോലെ സൗഖ്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്, അവന് സുഖപ്പെട്ടു, ഇന്നൊന്നും ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. അവന് ഇതേപോലെ തന്നെ 2 വയസ്സ് തുടങ്ങി ശ്വാസം മുട്ടാണ്. ഇന്നിപ്പോൾ ആ ശ്വാസം മുട്ടും ഇല്ല, കൊച്ചിന് കണ്ണ് ചോർച്ചിലും ഇല്ല. കുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സായി. 2 വയസ്സ് മുതലുണ്ടായിരുന്ന ശ്വാസമുട്ടലും കണ്ണിന്റെ ഈ ദുർഭീടയായിരുന്നു. അത് രണ്ടും ഇവരുടെ കുടുംബാംഗങ്ങൾ ഒരാൾ ഇവിടെ വന്ന് യേശുവേ എന്ന് കരഞ്ഞു വിളിച്ചപ്പോൾ വീട്ടിലിരുന്ന കുട്ടിയെ ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയ ആഹ്ലാദത്തോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോത്തെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോത്തെ ഭവനം പറയട്ടെ.